ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 6th ഡേ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്നലെ വന്ന് താമസിച്ചത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബൈജു ചേട്ടൻ്റെ കുടുംബമാണ് ഇരിക്കുന്നത്. അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേ ഓവർ ആയിരുന്നു. നല്ല അടിപൊളി വീട്ടിൽ നിന്ന് പോന്നപ്പോൾ നല്ലൊരു സദ്യ പോലെ നല്ല ആഹാരവും നല്ല ഫുഡും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞങ്ങൾക്ക് നൽകി. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി ബൈജു ചേട്ടനും ഫാമിലിക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഓസ്ട്രിയക്കാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി വരുന്ന കാര്യങ്ങളെല്ലാം ഓൺ ദ വേ നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങളുടെ ചാരിറ്റി ഫണ്ടിന്റെ ഭാഗമാകാൻ സാധിച്ചത് അവർക്കും അതിയായ സന്തോഷം. നമ്മളോടൊപ്പം ഞങ്ങൾക്ക് അതിലും ഒരു സന്തോഷം. ഇന്നലെ ഞങ്ങൾ സേഫായിട്ട് എല്ലാ രീതിയിലും വളരെ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ക്രൊയേഷ്യയിൽ ഞങ്ങൾ എടുത്ത Airbnb-യിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് സൈറ്റ് സീനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്ത് ഇറ്റലിയിൽ നിന്ന് ക്രൊയേഷ്യ എത്തി. അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് ഇനി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ, ഈസ്റ്റർ ആഘോഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ പോയി മേടിക്കണം. അപ്പോൾ ആദ്യം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ആയിക്കോട്ടെ എന്ന് കരുതി അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും മേടിച്ച് ഉണ്ടാക്കി കഴിക്കണം. അതാണ് ഞങ്ങൾ ഇന്നത്തെ അജണ്ട. താങ്ക് യു. സീ യു അഗൈൻ. ബൈ. ഇതാണ് ക്രൊയേഷ്യയിൽ ഞങ്ങൾ എടുത്ത വീട്. താഴത്തെ ഒരു നില, ഇതൊരു 3 നില കെട്ടിടമാണ്. നല്ല അടിപൊളി ഒരു വീടാണിത് ശരിക്കും. ഇവിടെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ 5 ദിവസത്തെ തുണികളൊക്കെ ഞങ്ങളൊന്ന് വാഷ് ചെയ്ത് ഉണങ്ങാനിട്ടു. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ശരിക്കും ഒരു സീ സൈഡാണ്. നല്ലൊരു വീട്ടിൽ നിന്ന് നോക്കിയാൽ വീടിൻ്റെ പോർച്ചിൽ വരാന്തയിൽ ഇരുന്നാൽ കാണുന്ന ദൃശ്യമാണിത്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. സൂപ്പർ. ഈസ്റ്ററിനുള്ള ഷോപ്പിങ്ങുകൾ ഞങ്ങൾ ചെയ്തു. ഞങ്ങളിവിടെ ക്രൊയേഷ്യയിൽ വന്ന് ഈസ്റ്റർ ആഘോഷിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സാധനമെല്ലാം എടുത്ത് നോക്കണോ? ഇറച്ചി, മീൻ ഒന്നും കുറയില്ല. മീൻ മേടിച്ചിട്ടുണ്ട്, ഇറച്ചി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രജിബായി ഇവിടെ എല്ലാത്തിൻ്റെ നിയന്ത്രണം ഒക്കെ ഏർപ്പെടുത്തുകയാണ്. എല്ലാം ലീഡ് ചെയ്യുന്നുണ്ട്. ചോദിച്ചേട്ടാ, സാധനങ്ങളെല്ലാം ഒന്നും ഇനി മേടിക്കാനൊന്നുമില്ലല്ലോ? വേറെ ഒന്നും മേടിക്കാനൊന്നുമില്ലല്ലോ? എല്ലാം മേടിച്ചില്ലേ? വൈകിട്ട് ഇവിടെ ഞങ്ങൾ താമസ പള്ളിയുണ്ട്. വൈകിട്ട് സെൻറ്റ് മേരീസ് എന്ന പള്ളിയുടെ പേര്, സെൻറ്റ് മേരീസ് ചർച്ച്. അപ്പം അവിടെ നിന്ന് പോയി ഈസ്റ്റർ കുർബാനയും കണ്ട് നോയമ്പൊക്കെ വിടണം. ഒരാഴ്ചയായിട്ട് നോയമ്പിലായിരുന്നു എല്ലാവരും. അപ്പം ചെയ്യും. ഇഞ്ചും വെളുത്തുള്ളി സ്ഥലം കൂടുതലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇത് വേണം, കപ്പയ്ക്ക് വേണം, ഇറച്ചിക്ക് വേണം, മീനും വേണം. ഓക്കെ, പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ മുളക് വേണോ? ഇത് നമുക്ക് ഇതുണ്ടാക്കാം. മുളക് ബജ്ജി ഉണ്ടാക്കാം. മുളക് ബജ്ജിയ. ഓക്കെ, മാവൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കുക്കിങ്ങിൻ്റെ ഭാഗം ഇറച്ചിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. റജിബായി. അതെ, സാവുചേട്ടൻ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു. സാവുചേട്ടൻ്റെ കപ്പ ഞുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ഒന്ന് പടപടയെന്ന് ചെയ്താൽ എത്രയും പെട്ടെന്ന് റെഡിയായാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാം. അതുകൊണ്ട് ഞങ്ങളായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് വലിയ ആഗ്രഹമില്ല. അതെ, നോയമ്പൊക്കെയാണ്. അപ്പം ബ്രാഹ്മിൺസിൻ്റെ നല്ല മുളക് പൊടിയുണ്ട്, നല്ല കാശ്മീരി മുളക് പൊടി. അത് വെച്ചുള്ള മീൻകറി ഇവിടെ മസാല ഓൾറെഡി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മീൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് അത് ഗരം മസാല, നമ്മൾ ബീഫ് കറിക്ക് വേണ്ടി നമ്മൾ ഗരം മസാല എടുത്തു. ബീഫ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോർക്കുണ്ട്, ബീഫുണ്ട്, അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനെല്ലാം ഒന്ന് ശരിക്കും ഒന്ന് കറി വെച്ച് ഒന്ന് സെറ്റാക്കണം.
എല്ലാം ഇവിടെ എല്ലാം റെഡിയായി ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് സെറ്റാക്കി പറ്റുന്ന പോലെ ഉള്ള സാഹചര്യത്തിൽ ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ എല്ലാം റെഡിയാക്കുന്നു. ഈസ്റ്ററിനുള്ള ആഘോഷങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു.